ഇതാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതാണ് ചാമ്പ്യന്മാരുടെ കളി. ഖത്തറിലെ കണക്കു തീർക്കാൻ വന്ന ആഫ്രിക്കൻ സിംഹങ്ങളെ ഇതാ ബോസ്റ്റണിലെ പുൽമൈതാനിയിൽ ഫ്രഞ്ച് പട വെട്ടിനിരത്തിയിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ തകർത്ത് തരിപ്പണമാക്കി കിലിയൻ എംബാപ്പയും സംഘവും ഇതാ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. അവിശ്വസനീയം, അതിഗംഭീരം. കളിയുടെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി കിക്ക് ഗോളാക്കാൻ കഴിയാതെ എംബാപ്പെ പതറിയപ്പോൾ മൊറോക്കോ കരുതി തങ്ങൾ രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അവർ മറന്നുപോയി മുന്നിൽ നിൽക്കുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരനാണെന്ന. ആദ്യ പകുതിയിലെ പിഴവിന് 2ാം പകുതിയിലെ 60ാം മിനിറ്റിൽ എംബാപ്പെ മറുപടി നൽകി. മൊറോക്കൻ പ്രതിരോധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ കാൽപാദങ്ങളിൽ നിന്നുതിർന്ന വെടിയുണ്ട പോലത്തെ ഷോട്ട് ഇതാ ഫ്രാൻസിന് ആദ്യ ഗോൾ സമ്മാനിക്കുന്നു. എന്തൊരു ഫിനിഷിംഗ്! മനോഹരം, ഒടുക്കത്തെ കൃത്യത. ആ ആവേശം കെട്ടടങ്ങും മുൻപേ ഇതാ വരുന്നു അടുത്ത വെടിപൊട്ടൽ. കേവലം 6 മിനിറ്റുകൾക്കപ്പുറം കളിയുടെ 66ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന ഉസ്മാൻ ഡെംബെലയുടെ ഒരു ഒന്നാന്തരം വോളി. മൊറോക്കോയുടെ നെഞ്ചി പിളർത്തിക്കൊണ്ട പന്ത് വീണ്ടും വലയിൽ. ഒടുവിൽ ഫ്രാൻസ് 2-0 മുന്നിൽ. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനു തകർപ്പൻ സേവുകളുമായി കരിമ്പാറ പോലെ ഉറച്ചു നിന്നെങ്കിലും ഫ്രഞ്ച് പടയുടെ ഈ ഇരട്ട പ്രഹരത്തിന് മുന്നിൽ ആഫ്രിക്കൻ പ്രതിരോധം അടിയറവ് പറയുകയായിരുന്നു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 3 തവണ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഫ്രഞ്ച് ടീമെന്ന സുവർണ ചരിത്ര നേട്ടം ഇതാ ഡിദിയർ ഡെഷാംപിന്റെ പട സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഈ വൻ വിജയത്തിനിടയിലും ഫ്രഞ്ച് ക്യാമ്പിൽ നിന്നും ആരാധകരുടെ നെഞ്ചിലേക്കും ഇതാ ഒരു ആശങ്കയുടെ കനൽ വീഴുകയാണ്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു. ആ പരിക്കിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ആരാധകർ നെഞ്ചിടിപ്പോടെയാണ് കാത്തിരിക്കുന്നത്. ആഫ്രിക്കൻ കരുത്തിനെ തകർത്ത് തരിപ്പണമാക്കി ഫ്രാൻസ് സെമിയിലേക്ക് കുതിക്കുമ്പോൾ എംബാപ്പയുടെ പരിക്ക് കളി മാറ്റുമോ? കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, തനിനിറം.